മുനമ്പം ഭൂമി തർക്കത്തിൽ മുസ്ലിം ലീഗിനെ രൂക്ഷമായി വിമർശിച്ച INL PMA സലാം പൊട്ടൻ കളിക്കുന്നുവെന്ന് കാസിം ഇരിക്കൂറിന്റെ വിമർശനം. മുനമ്പം ഭൂമി വഖഫ് ഭൂമിയാണെന്ന കാര്യത്തിൽ തർക്കമില്ല. കേന്ദ്ര നിർദ്ദേശപ്രകാരമാണ് ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തത്. കാര്യങ്ങൾ അറിഞ്ഞിട്ടും ലീഗ് ജനങ്ങളെ കുരങ്ങ് കളിപ്പിക്കുന്നുവെന്നും കാസിം ഇരിക്കൂർ പറഞ്ഞു. ലീഗിൻ്റെ നിലപാട് ദൗർഭാഗ്യമെന്ന് മാത്രമല്ല വിചിത്രവുമാണ്. അതായത് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം പൊട്ടം കളി കളിക്കുക. ഉമീദ് പോർട്ടലിൽ വഖഫ് സ്വത്തുക്കൾ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് നിർബന്ധമായ കാര്യം, മാൻഡേറ്ററിയാണ്. അല്ലെങ്കിൽ അത് വഖഫല്ലാതായി മാറും. അത് ചെയ്തത് അനാവശ്യമാണ്, തിടുക്കമാണ്, പ്രശ്നം സങ്കീർണമാക്കുക എന്നൊക്കെ പറയുന്നത് കുരങ്ങ് കളിപ്പിക്കുക മനുഷ്യന്മാരെ. മറ്റുള്ളവരെല്ലാം തന്നെ വിഡ്ഢികളാണ് എന്നാണ് PMA സലാം മനസ്സിലാക്കുന്ന സംഭവം. ഉമീദ് പോർട്ടൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു അറേബ്യയിൽ നിന്ന് കൊണ്ടുവന്ന സാധനമാണ് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു. പ്രസാദ്, മുസ്ലിം ലീഗിനെ INL വിമർശിക്കുന്നു എന്നത് ഒരു അസാധാരണമായ സംഭവമൊന്നുമല്ല. പക്ഷേ ഈ ഉമീദ് പോർട്ടലിൽ മുനമ്പം വഖഫ് ഭൂമി രജിസ്റ്റർ ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ വിവാദത്തിൽ ലീഗിനെ അതിശക്തമായിട്ട് അവർ എതിർക്കുന്നു എന്നതാണല്ലോ അതിലെ പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ്? സനീഷ്, കഴിഞ്ഞ ദിവസമാണ് PMA സലാം ഒരു പ്രസ്താവന നടത്തിയത്. അതായത് മുനമ്പം ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തത് ഒരു അനാവശ്യ തിടുക്കമാണ് കഴിഞ്ഞ സർക്കാർ കാണിച്ചത്, വഖഫ് ബോർഡ് കാണിച്ചത് എന്നുള്ളൊരു പ്രസ്താവനയായിരുന്നു PMA സലാം നടത്തിയത്. ഇതിനെതിരെയാണ് അതിരൂക്ഷ വിമർശനവുമായി INLന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ പറയുന്നത്. അതായത് മുനമ്പത്തെ 404 ഏക്കർ ഭൂമി അത് വഖഫ് ഭൂമിയായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് 2019-ലായിരുന്നു. 2019 അന്ന് വഖഫ് ബോർഡ് ചെയർമാനായിരുന്നത് പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങളാണ്. അതല്ലാതെ പിന്നീട് ഇപ്പോൾ ഈ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കേന്ദ്ര സർക്കാർ വന്നിട്ടുള്ള നിർദ്ദേശമാണ്. ആ നിർദ്ദേശം നിർബന്ധമായും ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്ന നിബന്ധനയുണ്ടായിരുന്നു. അതിന്റെ അവസാന തീയതി എന്ന് പറയുന്നത് കഴിഞ്ഞ മെയ് 17-നാണ്. അതുകൊണ്ട് മാത്രമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല, മുനമ്പത്തേത് വഖഫ് ഭൂമിയാണ് എന്നുള്ള നിലപാട് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെല്ലാം തന്നെ സ്വീകരിച്ചിട്ടുള്ളതാണ്. അസംബ്ലിയിൽ തന്നെ KPA മജീദും ET മുഹമ്മദ് ബഷീറും എല്ലാം അവർ അംഗങ്ങളായിരിക്കുന്ന സമയത്ത് ഇക്കാര്യം നിയമസഭയിൽ കൊണ്ടുവരികയും അവിടെ അത് വഖഫ് ഭൂമിയാണെന്ന് പറയുകയും ചെയ്തിരുന്നു. അവിടെയുള്ള ആളുകളെ പുനരധിവസിപ്പിക്കുകയാണ് വേണ്ടത്. അതല്ലാതെ കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് PMA സലാം പറയുന്നത്. അല്ലെങ്കിൽ ഇക്കാര്യങ്ങളെല്ലാം തന്നെ അറിഞ്ഞിട്ടും PMA സലാം പൊട്ടം കളിക്കുന്നു എന്ന ഒരു ആരോപണമാണ്, വിമർശനമാണ് മുഹമ്മദ് കാസിം നടത്തിയിട്ടുള്ളത്. അതോടൊപ്പം VD സതീശൻ ഈ പ്രശ്നം 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതൊന്നും തന്നെ നിലവിൽ കോടതിയിലിരിക്കുന്ന കേസുകളാണ്. ഒരിക്കലും 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല ഉള്ളത്. അത് കോടതി പരിഗണിച്ച് അതിനകത്തൊരു തീരുമാനം വേണം. എന്തായാലും ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗ് ഇപ്പോൾ എടുക്കുന്ന സമീപനം അവർ മുൻപ് സ്വീകരിച്ച നിലപാടിൽ നിന്ന് വിരുദ്ധമാണ് എന്നുള്ളതാണ് ഈ കാസിമിന്റെ വിമർശനം.